തെന്നലുടെ ആടത്തന്നേ മണിച്ചിന്തു മൊഴിയോതി വന്നേ മെല്ലെ അതു നാടറിഞ്ഞേ വാനം ദൂരെ അതു കണ്ടുണർന്നേ അമ്മ മുകിലിൽ ഉള്ളു നിറഞ്ഞേ മഴയായി പോയിഞ്ഞേ ഏലമനക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. താങ്ക് യു. വളർന്നു വരുന്ന വലിയൊരു ഗായിക തന്നെ. നന്നായിട്ട് പാടി. താങ്ക് യു. വെൽക്കം. നമുക്കെന്നാ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോകാം. ഒരു ഫോൺ എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫോൺ എ ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്യണം. റീമി ചേച്ചി തന്നെ കിട്ടിയ അത്ര നല്ലതായിരിക്കും. ചേച്ചി ഷൂട്ടിലാണ്. അപ്പൊ പറ്റത്തില്ല. എന്നാ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇത്രയും സുന്ദരിയായിട്ട് ഒരുക്കി തന്നായ അമ്മ. അമ്മ തന്നെ വലിയൊരു സുന്ദരിയാ. സുന്ദരിയല്ലേ? ഇഷ്ടാണോ? ഇഷ്ടാണ്. തലയിൽ ആരെ ഇതൊക്കെ വെച്ച് തന്നെ? അമ്മ. എല്ലാ അമ്മയാണോ? എല്ലാരും അമ്മയാ. എല്ലാം അമ്മയെ ചെയ്തു തരുന്നത്. പിന്നെ അമ്മയെ പറ്റിയുള്ള അമ്മ എല്ലാം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുമോ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. പറയുന്നത് എന്തോ ഉണ്ടാക്കി തരും. ഇഷ്ടമാണോ അമ്മയുടെ ഫുഡൊക്കെ? ഇഷ്ടാ. പിന്നെ പട്ടിക്കുട്ടികളോട് കളിക്കാനൊക്കെ ഇഷ്ടല്ലേ? ഇഷ്ടാ. ആണോ? ഏതാ ബ്രീഡ്? ഏതാ? ഷിറ്റ്സു. ഒത്തിരി ഇഷ്ടാ. ഇനി ഭാവിയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ആരുടെ കൂടെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? മോഹൻലാൽ അങ്കിളിനെ ഇഷ്ടമാണോ? മമ്മൂട്ടി അങ്കിളിനെ ഇഷ്ടമാണോ? ആരുടെ കൂടെ ചെയ്യാൻ കുറച്ചും ഇഷ്ടം? മോഹൻലാൽ അങ്കിൾ. മോഹൻലാൽ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. സിനിമകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാം ഇഷ്ടമാണ്. പാട്ടൊക്കെ ഇഷ്ടാണ്. അപ്പൊ മോഹൻലാൽ അങ്കിളിന്റെ കൂടെ ഒരു സിനിമ നമുക്ക് ഇനി ഭാവിയിൽ കാണാം അല്ലേ? കിട്ടിയാൽ നമ്മൾ ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും അല്ലേ? ഓക്കെ. അടുത്തതാണ് ഒരു കുസൃതി ചോദ്യം സെഗ്മെന്റിലേക്കാണ്. രണ്ടുപേരും നോക്കും പറയാൻ പറ്റും. അത്ര കുസൃതിയാണ്. കുസൃതി വേണ്ട, നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. കുസൃതി വേണ്ടേ? വേണ്ട. ചുമ്മാ ഇച്ചിരി ഫണ്ണാക്കാം. നമുക്ക് ഇച്ചിരി നല്ല ഒത്തിരി ബുദ്ധിയൊന്നും ഉപയോഗിക്കൊന്നും വേണ്ട കേട്ടോ. ചോദിക്കട്ടെ? ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ മുൻപേ നമുക്ക് കഴിക്കാൻ പറ്റാത്തത് എന്ത്? കഴിക്കാൻ പറ്റാത്തതോ? ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുൻപേ കഴിക്കാൻ പറ്റാത്തത്. ഇത് ഗെയിമാണോ? കുസൃതി ഭയങ്കര ലോ ലെവലിൽ ചിന്തിച്ചാൽ മതി. അതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പറ്റാത്തത്? എന്തായിരിക്കും? ഫുഡ് കഴിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ അല്ല, കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അത് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒന്നും കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഫുഡ്. അതെന്താ ഫുഡ്? തോറ്റു. അങ്ങനെ എന്താ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇങ്ങനത്തെ ചോദ്യം ഞങ്ങൾക്ക് അറിയില്ല. നെക്സ്റ്റ് ചോദിച്ചാൽ ഞങ്ങൾ ജയിക്കും. അപ്പൊ ഈ ചേച്ചി തൊട്ടു. ഞാൻ ചോദിക്കാവേ. വള്ളിയില്ലാത്തപ്പോ ഇതൊരു മരമാണ്. വള്ളിയില്ലാത്തപ്പോ ഇതൊരു മരമാണ്. പക്ഷെ വള്ളി ഉള്ളപ്പോ ഇതൊരു അസുഖമാണ്. അത് മോൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതൊരു അസുഖം. വള്ളി ഉള്ളപ്പോ ഇതൊരു അസുഖം, വള്ളി ഇല്ലാത്തപ്പോ ഇതൊരു മരം. മലയാളം വേർഡായിരിക്കും. മലയാളത്തിൽ ചിന്തിച്ചു. അറിയില്ല. അമ്മയ്ക്ക് ക്ലൂ വേണോ? ഇത് എപ്പോഴും ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന പനി. ഓ അങ്ങനെ. അയ്യോ എന്റെ പൊന്നെ, അങ്ങനെ. അമ്മ ജയിച്ചു, ഞാൻ പറഞ്ഞില്ലേ. മതി ക്വസ്റ്റ്യൻസ് മതി. അല്ല, കൊറേ ചോദിച്ചോ. ഇഷ്ടപ്പെട്ടു. ഏറ്റവും സുരക്ഷിതമായ ചായക്ക് എന്ത് പറയും? ചായക്കോ? ചായ. ഏറ്റവും സുരക്ഷിതമായ ചായ. മുഖച്ചായ. പറയണ്ട. ഞാൻ ഇച്ചിരി വേറെന്ത് ചായ? ഏറ്റവും സുരക്ഷിതമായ ചായ. ഇംഗ്ലീഷ് ചിന്തിക്കാം. ഒരു ക്ലൂ തരാം. ഇംഗ്ലീഷ് ചിന്തിച്ചാൽ മതി.
എനിക്കറിയാം, കോഫിയാണോ? ചായയുടെ ഇംഗ്ലീഷ് എന്താ? ടീ. സുരക്ഷിതമായ ചായ. സേഫ്റ്റി. ആ. ഓ ഞങ്ങൾ ജയിച്ചു. ജയിച്ചോ? ഞാൻ ജയിപ്പിച്ചതല്ലേ? ഞാൻ ചെയ്യിപ്പിച്ചതല്ല. താങ്ക് യു. നമ്മൾ മതി, പാസ്. പാസല്ല, കുറച്ചും കൂടെ ചോദിക്കും. മതി 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 മതി. ആ, ഒന്നുകൂടെ ഒത്തിരി ചോദിക്കും. ഇഷ്ടപ്പെട്ടു, കാൽമണിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഇത് ഇവിടെ കൊണ്ട് നിർത്തി. അമ്മയ്ക്ക് മടുത്തു. അമ്മ മടുത്തു, അമ്മ ടയേർഡ്. എന്നാ ശരി. അമ്മയ്ക്ക് മതിയായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സെഗ്മെന്റ് ആയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഒത്തിരി സന്തോഷം വന്നെങ്കിലും Thank you. സിനിമ ഇറങ്ങുന്നത് അതെ. 13-ാം തീയതി. മെയ് 13-ാം തീയതി. അതെ, കുമ്മണിക്കുട്ടിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാരും തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. എൻ്റെ സിനിമ മെയിൻ 30 ഇറങ്ങും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ കേട്ടോ. എനിക്ക് എൻ്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ.